അതേപോലത്തെ ബോട്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റിംഗ് ഡിസൈൻ നോക്കി ചെറിയ സ്പീഡ് ബോട്ടുകൾ. അപ്പോൾ ബോട്ട് യാത്ര കഴിഞ്ഞ് 10 മണിക്കാ ഈ മെട്രോയിലൊന്ന് കയറണം. മെട്രോ സ്റ്റേഷനിലെത്തിട്ടോ. ഗ്രീക്ക് മെട്രോ സ്റ്റേഷൻ, അതായത് മെട്രോൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ഇവിടെ. ടിക്കറ്റ് കൗണ്ടേഴ്സ്. മെട്രോയിലേക്ക് ഫസ്റ്റ് ടൈം ദുബായിലെ മെട്രോ. മുംബൈയിൽ കയറിയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് വരുന്ന ഇവിടെ അറബി ലൈൻ കാണിച്ചത്. അറബി വായിക്കാൻ തീരെ നമുക്ക് മനസ്സിലാവും. മെട്രോ അടിപൊളി. الرجاء الانتباه، القطار المتجه إلى اتصالات من EN سيصل إلى رصيف رقم 1. Your attention please. The train to Etisalat. القطار المتجه إلى اتصالات من EN. ഇതാണ് മെട്രോ. റഷില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ല. ആളുകളൊന്നും ഇവിടുന്ന് കയറിയിട്ടില്ല, കുറച്ച് ആളുകൾ. ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്. സ്റ്റാർട്ട് ചെയ്തിട്ടോ, സ്റ്റാർട്ട് ചെയ്ത്. മെട്രോൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ. മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അടിപൊളിയല്ലേ. രാത്രി ആയതുകൊണ്ടാണ്. പകൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലുള്ള വീഡിയോസ് കിട്ടും. രാത്രി കാഴ്ചയും പകൽ കാഴ്ചയും രണ്ടും രണ്ടാണ്. ബോംബെയിലെ മെട്രോ പോലെ അല്ലല്ലോ. ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കല്ലേ. ഈ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല. യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. യൂണിയൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലൊക്കെ പറയുന്നത് ഷൊർണൂർ ജംഗ്ഷനെ പോലെ കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ആകുന്ന ഒരു സ്ഥലമാണ്. അത്രയ്ക്കും വലിയ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ. ഇത് നമ്മൾ വന്ന മെട്രോ ട്രെയിൻ. ഇനി വേറെ ഒന്നിലാണ് നമുക്ക് പോകേണ്ടത്. ഈ മെട്രോ സ്റ്റേഷൻ നമ്മൾ മുകളിലാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ താഴെയാണിതില്ല. അപ്പോൾ ഇതൊരു ജംഗ്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ മുകളിൽ കൂടെ പോവും, അതിൻ്റെ അടിയിൽ കൂടെ പോവും. ഇതന്നെ ഭൂമിൻ്റെ അടിയിലാണുള്ളത്, ഒരുപാട് താഴെയുള്ളത്. അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് യൂണിയൻ സ്റ്റേഷൻ. 2 മിനിറ്റ് നെക്സ്റ്റ് ട്രെയിൻ. ഇറങ്ങുന്നവർ ആരോ മാർക്ക് ഉണ്ടല്ലേ സെൻറ്ററിൽ, കയറുന്നവർ ഈ സൈഡിൽ. ഇങ്ങനെ അച്ചടക്കത്തിൽ ഇവിടെ നിൽക്കുക. അതാ വരുന്നത് നമ്മളെ മെട്രോ. നമ്മൾ യൂണിയൻ ജംഗ്ഷനിൽ നിന്ന് മാറി കയറുക കേട്ടോ. ഇത് തിരക്കുള്ള ഒരു ട്രെയിനാണ്. ഓഫീസ് ടൈമൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും. അപ്പോഴാണ് ശരിക്കും ഒരു മെട്രോയിൽ കയറിയ ഫീല്. നല്ല ആളാണ്. യൂണിയൻ നേരത്തെ പറഞ്ഞ മാറിപ്പോയാൽ ബുർജുമാനാണ്. യൂണിയനിലാണ് നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടത്. ഇതാണ് യൂണിയൻ റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ നമ്മൾ കയറിയത് അതിൻ്റെ പേര് മറന്നല്ലോ. പേര് കിട്ടി. ബുർജുമാൻ. നമ്മൾ ഇത്ര താഴെയുള്ളവർ സ്റ്റെപ്പ് കയറാണ്. 2 മിനിറ്റാ? 1 മിനിറ്റ്. ഈ 1 മിനിറ്റ് കാണിക്കുന്നതാ? ഇപ്പം മുകളിലേക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് കയറി. സ്റ്റേഷൻ്റെ പേര് അൽനാദയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഗ്രീക്കിൽ നിന്ന് കയറി മാറി കയറി അൽനാദ എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ കാഴ്ച
അൽനാദ ഇറങ്ങി, അൽനാദ. The train to Etisalat by Ian will depart from platform 1. ഇവിടെ നമുക്ക് വേണ്ടിയുള്ള കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് സ്റ്റോറേജ്. ഇവിടെയും കാലിക്കറ്റ്, ദുബായിലും കാലിക്കറ്റ് സ്റ്റോറേജ്. ഇതൊക്കെ സ്പെഷ്യൽ ഉണ്ട്, പോയേക്കാം. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഏതായാലും കഴിക്കാം. ഇതെന്താ പാൽക്കപ്പ? പാൽക്കപ്പ, വെള്ളപ്പം, സൂപ്പ്, ഇത് ബീഫ് എന്തോന്ന് കാട്ടി. വെള്ളപ്പം, എല്ലാ സാധനവും. കാലിക്കറ്റ് ലൈവ്, കാലിക്കറ്റ് ലൈവ്. അൽനാദ, അൽനാസയിലല്ലേ? അൽനാസയിൽ കാലിക്കറ്റ് ലൈവിലാണ്. അൽ നെഹദ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള കാലിക്കറ്റ് സ്റ്റോറി എന്ന റെസ്റ്റോറൻറ്റിൽ ആണുള്ളത്. ജലീഷ്, നൗഫൽക്കും കൂടെ കൂടെ ഉണ്ട്. ഞങ്ങളവിടെ ഡിന്നറിന് എവിടെയാണെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൽക്കപ്പ കഥ ചട്ടി കാലിയാണ്. ജലീസാണ് ഫുള്ള്. ഫിഷ് അടിപൊളിയാണ്. ഫിഷ് സഫർക്കാണ് മേജർ കഴിച്ച്. ഞാൻ എല്ലാത്തിൻ്റെയും കുറേശ്ശെ ടേസ്റ്റ്. കോഴിക്കോട് തന്നെ ആരോ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഫുഡൊക്കെ കഴിഞ്ഞോ? ഇത് വാങ്ങിക്കാം. ഇത് മതി. ഒരു പീസ് കൂടി ജലീസ. ഒരു പീസ് എടുക്കും. ഓക്കെ, എവിടെ നാട്ടില്? തൃശ്ശൂരോ? ഓക്കെ. ദുബായ് ഷാർജ റോഡിലാണുള്ളത്. ഇവിടെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. കാരണം മഴ ഒന്നും പെയ്യാത്ത നാടായതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതേമാതിരി കിട്ടുക. ഇന്ന് വളരെ കുറഞ്ഞ മഴ പെയ്ത് ഇത് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുത്തുള്ളൂ. വെള്ളം അടിച്ചു പറ്റിക്കുക. ഇവിടെ എങ്ങനെ എത്ര തോന്നെ വെള്ളം ഒന്നും അറിയില്ല. മഴ ഒന്നും അതിന് മാത്രം പെയ്തില്ല. പെയ്തുണ്ടാവും. നമ്മളിവിടെ ഈ ഏരിയയില്ലാത്തതുകൊണ്ടാവും ഷാർജയിൽ മഴ.